എൻ്റെ അന്നെ സോറി, ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. എടി സോറി എടി. നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? പോവാ? കഴിഞ്ഞ ദിവസം എന്താ വാട്സാപ്പിൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്തേ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എൻ്റെ അന്നെ ഇത് എങ്ങോട്ടായി പോകുന്നത്? വേദനിക്കുന്നു. സോറി. നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു റോഹ, നീ ഒരുപാട് മാറിപ്പോയി. നിനക്ക് നല്ല മാറ്റമുണ്ട്. ഒരുമാതിരി അനാവശ്യം പോസിറ്റീവ്നെസ്സും ഒരു സ്വഭാവം. നിന്നോട് ഞാൻ ആദ്യമേ ചോദിച്ചല്ലേ, ഉറപ്പാണോ? അതിനിപ്പോ എന്താ ഉണ്ടായേ? അങ്ങനെ എല്ലാ തെറ്റും കൂടെ ഒരാളെടുത്ത് തലയിൽ വെക്കണം എന്നല്ല പറയുന്നേ. നമ്മൾ രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ട്. ആ തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവാന്ന് തന്നെ പറയുന്ന വലിയ കാര്യമാണ്. നീ ഇപ്പോൾ ഈ കിട്ടിയ പൈസ എടുത്ത് നിന്റെ ബിസിനസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ കല്യാണത്തിന് മുന്നേ ഉള്ള പോലെ അല്ല പിന്നെയുള്ള ജീവിതം എന്ന് മനസ്സിലായില്ലേ? അല്ല, ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് എന്നെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നിന്നെ ഇംപ്രസ് ചെയ്ത് എൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്കിത് തരണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഈ പ്രതീക്ഷ തെറ്റുമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതേ നമുക്കിടയിലുള്ളൂ. ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്, എവിടെ പോയാലും നിനക്ക് കുറെ ഫ്രണ്ട്സ്. ഓഡിഷൻ പോയാൽ അവിടെ കുറെ ഫ്രണ്ട്സ്. ഇതൊക്കെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണെന്ന് ആർക്കാണ് അറിയാവുന്നത്? പിന്നെ നീ എന്തോ ഈ വിചാരിക്കുന്നത്? ഒരു റിലേഷൻഷിപ്പ് ആയി പറഞ്ഞ് ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചിരുന്നാൽ മതിയോ? എനിക്ക് ഫ്രണ്ട്സൊന്നും പറ്റൂലേ? എടി എനിക്കത് പെണ്ണ് കിട്ടാത്തോണ്ടൊന്നും അല്ല, ഞാൻ എൻ്റെ വീട്ടുകാരെയും വെറുപ്പിച്ചിട്ട്. ത്യാഗത്തിന്റെ കണക്കൊന്നും ആരും കൂടുതൽ എന്നോട് പറയണ്ട. ഇപ്പൊ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോ ഞാനല്ലേ ഫുൾ ചെലവ് നോക്കുന്നേ. ഓ, അപ്പൊ ആ പൈസ ഇറക്കുന്നതിന്റെ കൺട്രോളിങ് ആയിരിക്കും അല്ലേ? ഞാൻ അങ്ങനെ പോണം ഇങ്ങനെ പോണം. എന്റെ പൊന്നു റോഹ, ഇതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ ഞാൻ നിന്നോട് പറയുന്നേ. നീ ഇപ്പൊ ചെയ്യുന്നത് നിന്നെ പോലെ എന്നെ ആക്കാൻ നോക്കുക. എനിക്ക് ആ നന്മ വേണ്ട. നിങ്ങളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അബി, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്താണേലും നല്ല വരട്ടെ. സിഗരറ്റ് വലി നല്ല കൂടുതലാ, കുറച്ചോ? ശരി, അല്ല പെട്രോള്? അത് നിന്നോട് സംസാരിക്കാൻ വേണ്ടി പെട്രോളില്ലെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്. നീ കയറി. പണ്ടാരം മാടുത്തെനിക്ക്. നീ എവിടെയാന്ന് വെച്ചാ പോ, അറിയും.